സാംസ്കാരികമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നാടാണ് നമ്മുടെ അഞ്ചൽ. അഞ്ചലിന്റെ നാമധേയവുമായി ബന്ധപ്പെട്ട് തന്നെ പല പല ആശയങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അഞ്ചൽ എന്ന പേര് കിട്ടിയതുമായി ബന്ധപ്പെട്ട അഞ്ചൽ ഓഫീസ് നമ്മുടെ അഞ്ചൽ പ്രദേശത്തുണ്ടായിരുന്നു. ആ അഞ്ചൽ ഓഫീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ചൽ എന്ന നാമധേയം കിട്ടിയതായി പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ച് ചൊല്ലുകളുടെ നാട് എന്ന പേരിൽ വളരെ പ്രാധാന്യമുള്ള ആ ഒരു നാമധേയം അഞ്ചലിന് ലഭിച്ചു എന്നാണ് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. വളരെയേറെ സാമൂഹ്യ സാംസ്കാരികമായി സാധ്യതകളുള്ള ഒരു മേഖലയാണ്, ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടെ അഞ്ചൽ. വിവിധ കലാരൂപങ്ങൾ, സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വ്യക്തിത്വങ്ങളുടെ ഒരു സമ്മേളന പ്രദേശം തന്നെയാണ് അഞ്ചൽ. അപ്പൊ അത് പരമാവധി അത് ജനങ്ങളിൽ എത്തിക്കുവാനോ അതുപോലെ തന്നെ അത് വേണ്ട തരത്തിൽ ക്രമീകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അഞ്ചൽ പ്രദേശത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ഉദ്യമം എന്ന് പറയുന്നത് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷന് സമീപം ഇവിടെ പ്രവർത്തിക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഇന്നും ഇവിടെ ഇപ്പോൾ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസാൻസ് കാർഡ് വിതരണവും അവരുടെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും അവരുടെ സ്കില്ല് പരിശോധനയും അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കുന്ന പരിപാടി ഇപ്പോൾ നടക്കുകയാണ്. ഒട്ടനവധി ഇത്തരം ആൾക്കാരെ, അസംഘടിതമായ മേഖലയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ കൂട്ടായ്മകളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ പ്രദേശത്തിന്റെ യശസ് ഉയർത്തപ്പെടുത്താൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവരോടുമായി എനിക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കലാകാരന്മാരുടെ നാടാണ്. പല മേഖലകളിലായി ഈ പ്രദേശവുമായി ചേർന്ന് അഞ്ചൽ എന്ന് പറയുന്ന ഈ പ്രദേശം കുറച്ചു ഭാഗമായിരുന്നു നേരത്തെ ടൗണ്, ഇപ്പം വളരെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ നമ്മുടെ പട്ടണത്തിന് മാത്രമായ ചില പ്രത്യേകതകളുണ്ട്. ഒട്ടനവധി ഗ്രാമങ്ങളുടെ ഒരു മധ്യസ്ഥലമാണ് അഞ്ചൽ. ഈ പ്രദേശവുമായി തൊട്ടടുത്ത് പട്ടണ പ്രദേശം ഒഴിച്ചാൽ ഒട്ടനവധി ഗ്രാമങ്ങൾ, തൊട്ടടുത്തുള്ള കുറേയേറെ ഗ്രാമങ്ങൾ, പലതരത്തിലുള്ള പല വിഭാഗത്തിലുള്ളവർ അധിവസിക്കുന്ന വളരെ സമ്പന്നമായ ഒരു പ്രദേശമാണ്. അപ്പൊ ഇവരുടെയൊക്കെ കഴിവുകളെ കണ്ടെത്തുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനുമായ ഒരു കൂട്ടായ്മ നമുക്ക് അനിവാര്യമാണ്. അത്തരത്തിലൊരു കൂട്ടായ്മയിലൂടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പാരമ്പര്യവും കലാരൂപങ്ങളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒട്ടനവധി കലാരൂപങ്ങളുടെ ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട്. കഥകളിയുടെ നാട്, നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടനവധി കഥകളി കലാകാരന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു തലമുറയുടെ ഒരു അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അവരെ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ, അതുപോലെ തന്നെ ഓട്ടം തുള്ളലിന് പ്രശസ്തി ആർജിച്ച നാടാണ് അഞ്ചൽ. ക്ഷേത്രകലകളിലൊക്കെ തന്നെ പണ്ടുണ്ടായിരുന്ന പല കലാരൂപങ്ങളും നമുക്ക് അന്യമായിട്ടുണ്ട്. അത്തരം കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതായത് ഭരതകളി അടക്കമുള്ള പ്രാചീന കലാരൂപങ്ങൾ, അവരുടെ താളവും ലയവും ഒക്കെ തന്നെ സമ്മേളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു ലോകത്തേക്ക്, ഒരു അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന താളാത്മകമായ ഒട്ടനവധി കലാരൂപങ്ങളുണ്ട്. നമുക്കുള്ള പൈതൃകം കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് ആഹ്വാനം ചെയ്യാൻ.